വാർത്തകളിലേക്ക് ലോക 2020 മത്സരത്തിലെ രണ്ടാം സെമിയിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടുകയാണ്. ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സുരേഷ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. സുരേഷ്, എങ്ങനെ പുരോഗമിക്കുന്നു മത്സരം? ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം സെമിയിൽ ടോസ് സ്വന്തമാക്കിയ വിൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. രണ്ട് മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇന്ന് കളത്തിൽ ഇറങ്ങുന്നത്. പരിക്കേറ്റ യുവരാജ് സിംഗിന് പകരം മനീഷ് പാണ്ഡെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അജിൻക്യ രഹാനെയാണ് യുവരാജ് സിംഗിന് പകരം ഇറങ്ങിയിരിക്കുന്നത്. ശിഖർ ധവാന് പകരം അജിൻക്യ രഹാനെയും പരിക്കേറ്റ യുവരാജ് സിംഗിന് പകരം മനീഷ് പാണ്ഡെയും ടീമിൽ ഉൾപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു മത്സരം ഇന്ന് വിരാട് കോഹ്ലിയും ക്രിസ് ഗെയിലും തമ്മിലുള്ള ഒരു മത്സരം, തീപ്പാറുന്ന മത്സരം ആകും എന്ന് ക്രിക്കറ്റ് നിരീക്ഷകരും ലോകമാകമനമുള്ള ആരാധകരും കണക്കുകൂട്ടും ഒരു വേളയിലാണ് ഇപ്പോൾ രണ്ട് ടീമുകളും ഇപ്പോൾ നേർക്കുനേർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിക്കേറ്റ യുവരാജ് സിംഗിന് പകരം മനീഷ് പാണ്ഡെ ടീമിൽ ഉൾപ്പെടുമ്പോൾ താരതമ്യേന കഴിഞ്ഞ മത്സരങ്ങളിൽ അത്ര ഫോമിലല്ലായിരുന്ന ശിഖർ ധവാന് പകരമാണ് അജിൻക്യ രഹാനെ ഇപ്പോൾ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന ഈ മത്സരം ക്രിസ് ഗെയിലും അശ്വിനും തമ്മിലുള്ള മറ്റൊരു മത്സരമാകും എന്ന് കൂടി കണക്കാക്കിയിരിക്കുന്നു. കാരണം ഇന്നലെ ക്രിസ് ഗെയിൽ പറഞ്ഞിരിക്കുന്നത് അശ്വിനെ താൻ തളയ്ക്കും എന്നാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ 9 മത്സരങ്ങൾ 2020-ൽ നോക്കിക്കഴിഞ്ഞാൽ 4 മത്സരങ്ങളിലും ക്രിസ് ഗെയിലിനെ വിക്കറ്റ് തെറിപ്പിച്ചത് അശ്വിന്റെ തിരിയുന്ന പന്തുകളാണ്. സ്പിന്നറായ അശ്വിന്റെ പന്തുകളാണ്. അശ്വിന് തക്ക മറുപടി നൽകുമെന്നാണ് ക്രിസ് ഗെയിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റന്റെ തോളിൽ ഏറിയാണ് ഇന്ത്യ ഇപ്പോൾ സെമിയിൽ എത്തിയിരിക്കുന്നത്. സെമിയിൽ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഇന്ന് വിൻഡീസിനെ തോൽപ്പിച്ചാൽ ഇംഗ്ലണ്ടിനെ നേരിടാൻ ഇന്ത്യ അവകാശം സ്വന്തമാക്കും. ഈ ഒരു വേളയിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് വൈസ് ക്യാപ്റ്റനായിട്ടുള്ള വിരാട് കോഹ്ലിയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ ഒക്കെയും സുരേഷ് റെയ്ന ആയിക്കോട്ടെ, ശിഖർ ധവാൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരൊക്കെയും പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചത് ക്യാപ്റ്റൻ ധോണിക്കൊപ്പം വൈസ് ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയും അതോടൊപ്പം തന്നെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ചേർന്ന് അവരാണ് ഇന്ത്യ ഇപ്പോൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കേളി മികവ് പ്രകടിപ്പിച്ചത് വിരാട് കോഹ്ലിയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. അതായത് സച്ചിനേക്കാൾ കേമനാണ് വിരാട് കോഹ്ലി എന്ന് കപിൽ ദേവ് പറഞ്ഞ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെയാണ് വിരാട് കോഹ്ലി ഓരോ മത്സരങ്ങളിൽ നിന്നും തന്റെ കഴിവ് പിന്നെയും മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം, തന്റെ കഴിവ്, ആ ഒരു പ്രഭ വിതറുന്ന രീതിയിലേക്ക് ഓരോ മത്സരങ്ങളും വിരാട് കോഹ്ലി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരവും ഏറെ നിർണായകമാണ്. നമുക്കറിയാം, സെമി മത്സരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ 10-ലെ ഒരു അലസ മനോഭാവം മറ്റ് കളിക്കാർ കാണിച്ചപ്പോൾ വിരാട് കോഹ്ലിയും ധോണിയുമാണ് ഇന്ത്യയെ മുന്നിൽ നിന്ന് പടം നയിച്ചപ്പോൾ സെമിയിലെത്തിയത്. നോക്കൌട്ട് മത്സരമാണ്. അതായത് കരുത്തരായ വിൻഡീസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ 2020 ലോകകപ്പിന്റെ മത്സരത്തിനായി ആതിഥേയരായ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ക്രിസ് ഗെയിൽ എന്ന് പറയുന്ന വെടിക്കെട്ട് വീരനിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച ഒരു ടീമിനെയായിരുന്നു വിൻഡീസ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ഡെൻ ബ്രാവോയാലും സമി ആയാലും ഒക്കെയും ഓരോ മത്സരം കഴിയുമ്പോഴും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരുന്ന വിൻഡീസ് ടീമിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ത്യൻ നിരയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ ഏറെ പ്രതീക്ഷ അർപ്പിച്ച ഒരു ടീമാണ്. ലോകം ക്രിക്കറ്റ് ആരാധകർ തന്നെ ഇത്തവണ 2020 ലോകകപ്പ് കിരീടം സ്വന്തമാക്കാൻ കഴിവുള്ള ത്രാണിയുള്ള രാജ്യമായി ഇന്ത്യയെ വിലയിരുത്തി. പക്ഷേ ആദ്യ മത്സരങ്ങളിലൊക്കെ, നോക്കൌട്ട് മത്സരങ്ങൾ, സൂപ്പർ 10 മത്സരങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു പാടെ നിറമങ്ങിയ ഇന്ത്യൻ ടീമിനെയാണ് കാണാൻ സാധിക്കുന്നത്. ധോണിയുടെയും കോഹ്ലിയുടെയും ഇന്നിംഗ്സുകൾ ഒഴിച്ചു നിർത്തിയാൽ അപ്പാടെ നിറം മങ്ങിയ ഒരു ഇന്ത്യൻ നിരയാണ് കാണാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഈ അടുത്ത മത്സരങ്ങളിലൊക്കെയും ഇന്ത്യൻ നിര അല്പം ഭേദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വിരാട് കോഹ്ലി ധോണി ദ്വന്ദ്വത്തിൽ ഇന്ത്യ തങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ആ പ്രതീക്ഷ തന്നെയാണ് ഇന്നും സജീവം. ആ സജീവമായ ആ ഒരു പ്രതീക്ഷ എത്രത്തോളം വിജയം കാണുമെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് ഹാരി. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ട ഒരു വസ്തുത, ക്രിസ് ഗെയിൽ വിരാട് കോഹ്ലി തന്നെയാണ് ഇന്നത്തെ പോരാട്ടത്തെ, പ്രത്യേകിച്ചും ക്രിസ് ഗെയിലും കോഹ്ലിയും തമ്മിലുള്ള പ്രധാന മത്സരം എന്ന നിലയിലേക്കാണ് ഇന്നത്തെ മത്സരത്തെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എത്രത്തോളം ആവേശകരമാണ് അത്തരമൊരു വിലയിരുത്തൽ? ഒപ്പം തന്നെ അതിനുള്ള സാധ്യത, ഇന്ത്യയുടെ ജയസാധ്യത, ഒപ്പം വെസ്റ്റ് ഇൻഡീസിന്റെ ജയസാധ്യത, ഇവർ തമ്മിലുള്ള മത്സരമായിട്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ഹാരി, നോക്കേണ്ട ഒരു കാര്യം, വിരാട് കോഹ്ലിയുടെയും ക്രിസ് ഗെയിലിന്റെയും വെടിക്കെട്ട് ബാറ്റിങ്ങിനെയാണ് ഇപ്പോൾ
ലോകത്താകമാനമുള്ള ക്രിക്കറ്റ് ആരാധകർ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ്. ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത സാഹചര്യത്തിൽ വിരാട് കോഹ്ലി എങ്ങനെ ബാറ്റ് ചെയ്യുന്നു, അതിന് ധോണി, ക്യാപ്റ്റൻ ധോണി എത്രമാത്രം പിന്തുണ അർപ്പിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അജിൻക്യ രഹാനെ, ശിഖർ ധവാന് പകരം ടീമിൽ ഉൾപ്പെടുത്തിയ അജിൻക്യ രഹാനെ, അതോടൊപ്പം തന്നെ ഓൾറൗണ്ടറായിട്ടുള്ള മനീഷ് പാണ്ഡെ, പരിക്കേറ്റ യുവരാജ് സിംഗിന് പകരം എത്തിയ മനീഷ് പാണ്ഡെ, ഇവരും അവസരങ്ങൾ ലഭിക്കാതെ മാറി നിന്നവരാണ്. ഇവരും ഏത് രീതിയിലാണ് തങ്ങളിൽ ഇന്ന് വന്നു ചേർന്ന ഉത്തരവാദിത്വം എത്രത്തോളം മുന്നോട്ട് ഇപ്പോൾ ദേശാഭിമാനിയുടെ സ്പോർട്സ് ലേഖകൻ സുരേഷ് ചേരുന്നു. സുധേഷ് ഇന്നത്തെ മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ കോഹ്ലിയും ക്രിസ് ഗെയിലും തമ്മിലുള്ള മത്സരം എന്ന നിലയിലാണ് കായിക നിരീക്ഷകർ ഇന്നത്തെ മത്സരത്തെ വിലയിരുത്തുന്നത്. ഒപ്പം ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങൾ, ഇവയെ താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായും ഇപ്പോൾ മത്സരം തുടങ്ങുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവർ രണ്ടുപേരെയും നേരത്തെ നമുക്ക് യുവരാജ് സിംഗിന് പകരം മനീഷ് പാണ്ഡെയാണോ രഹാനെയാണോ കളിക്കുക എന്നുള്ള ഒരു സംശയമായിരുന്നു. ആ രീതിയിലായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത്. എന്നാൽ ഇവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്താൻ, രഹാനെയും ഒപ്പം തന്നെ മനീഷ് പാണ്ഡെയും ഉൾപ്പെടുത്തി ബാറ്റിംഗ് ശക്തമാക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ക്യാപ്റ്റൻ ധോണി ഇന്നത്തെ സെമിഫൈനലിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വളരെ നിർണായകമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാവുന്ന ഒരു തീരുമാനം എന്ന് പറയണം. പക്ഷെ ആ തീരുമാനം നമ്മൾ കൂടുതൽ ഗൗരവത്തിൽ ആലോചിക്കുമ്പോൾ വളരെ യുക്തിപൂർവ്വമുള്ള ഒരു തീരുമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏറെ നാളായി ഫോമിലുള്ള ഒരു ബാറ്റ്സ്മാനാണ് രഹാനെ. അദ്ദേഹത്തെ പരീക്ഷണം എന്ന നിലയിലല്ല അദ്ദേഹത്തെ എടുക്കാൻ തീരുമാനിക്കുന്നത്. ശിഖർ ധവാൻ ഫോമിലെത്താത്ത സ്ഥിതിക്ക് രഹാനെ ടീമിലെടുക്കാൻ തീരുമാനിക്കുക എന്നുള്ളത് വളരെ ധൈര്യപൂർവ്വം അല്ലെങ്കിൽ യുക്തി ചേർന്ന ഒരു തീരുമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മനീഷ് പാണ്ഡെ ഇന്ത്യക്ക് നല്ല തുടക്കം ലഭിക്കുകയാണെങ്കിൽ പിന്നീട് മധ്യനിരയിൽ റെയ്നയെയും ജഡേജയും പോലുള്ള താരങ്ങൾ മങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ മനീഷ് പാണ്ഡെയിൽ നിന്നും നല്ലൊരു ഇന്നിംഗ്സ് ലഭിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വളരെ ഗുണം ചെയ്യും. നേരത്തെ നമ്മൾ കണ്ടതാണ് ഓസ്ട്രേലിയക്കെതിരായ അവസാന ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി നല്ല മത്സരം കാഴ്ചവെക്കുന്ന മനീഷ് പാണ്ഡെയെ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഒരു പ്രകടനം കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് ധോണിക്ക് എല്ലാ തരത്തിലും ആശ്വസിക്കാവുന്ന ഒരു 11 തന്നെയായിരിക്കും ഇത് പറയട്ടെ. ഇന്ന് നല്ലൊരു തുടക്കത്തിലേക്കാണ് ഇന്ത്യയുടെ പോക്ക് എന്ന് കുറെ കൂടെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ന് രോഹിത് ശർമ്മയും മറ്റും കളിക്കുന്നത്. ഇത് കാണുമ്പോൾ കോഹ്ലിക്ക് അല്പം ആശ്വാസം പകരാൻ ഇവർക്ക് സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഇന്ന് ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോഹ്ലിയും ഗെയിലും തമ്മിലുള്ള ഒരു മത്സരം എന്ന രീതിയിൽ വലിയ രീതിയിൽ വിലയിരുത്തപ്പെടുന്നു. സ്വാഭാവികമായും 2020 ബാറ്റ്സ്മാൻമാരുടെ കളിയാണെന്ന് കണക്ക് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗിൽ ഇന്ന് ഏറെ ഫോമിൽ നിൽക്കുന്ന രണ്ട് താരങ്ങൾ കോഹ്ലി, ഗെയിൽ എന്നിവരെ കുറിച്ചാണ് കൂടുതൽ പേരും ചർച്ച ചെയ്യുന്നത്. അത്തരം ഒരു മത്സരം തന്നെ, അവരിൽ നിന്നും ഒരു ബാറ്റിംഗ് വിരുന്ന് തന്നെയാണ് ഇന്ന് കാണികൾ, ടെലിവിഷനിലൂടെ ഈ കളി കാണുന്നവരും സ്റ്റേഡിയത്തിലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത്തരം ഒരു ബാറ്റിംഗ് വിരുന്ന് തന്നെയാണ്. അത് തന്നെ ആയിരിക്കണം ഇന്നത്തെ മത്സരത്തെ പൂർണ്ണമായ ഒരു ആവേശത്തിലേക്ക് ഉയർത്തണമെങ്കിൽ അല്ലെങ്കിൽ ഉയർത്താൻ ആ ഒരു ബാറ്റിങ്ങിന് സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോഹ്ലിയും ഗെയിലും ഒരുപോലെ തിളങ്ങിയാണെങ്കിൽ ഇന്നത്തെ മത്സരം ഒരു ക്ലാസിക് എന്ന നിലയിലേക്ക് ഉയർന്ന് നല്ലൊരു സെമിഫൈനൽ പോരാട്ടത്തിനായി മാറും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ രണ്ട് താരങ്ങളെ രഹാനെയും മനീഷ് പാണ്ഡെയും ഉൾപ്പെടുത്താൻ ധോണി കാണിച്ച ധൈര്യം അല്ലെങ്കിൽ ആ സാഹസികത തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നിർണായകമായ മത്സരത്തിൽ വളരെ നിർണായകമായ രണ്ട് മാറ്റങ്ങൾ വരുത്തുന്നു. വലിയ പരീക്ഷണത്തിനൊന്നും ഇതുവരെ ഇന്ത്യ മുതിർന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് എടുക്കേണ്ടതാണ്. കഴിഞ്ഞ ഒരു മത്സരത്തിലും ലീഗ് മത്സരങ്ങളിൽ ഒന്നും തന്നെ ഒരു നിർണായക തീരുമാനത്തിന് ഇന്ത്യ തയ്യാറായില്ല, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് ഇന്ത്യ തയ്യാറായില്ല. എന്നാൽ ഇത്തരം ഒരു സെമിഫൈനൽ മത്സരത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇത് പരാജയപ്പെട്ടാൽ ഏറെ വിമർശനത്തിന് പോലും ധോണി അല്ലെങ്കിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് ഏറെ വിമർശനം തന്നെ കേൾക്കേണ്ടി വന്നേക്കാം. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് വാങ്കഡയിലെ പിച്ച് ഏറെക്കുറെ ബൗളിങ്ങിനെ സഹായിക്കുന്ന ഒരു പിച്ചായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഏറെ വൈകി രാത്രിയാവുമ്പോൾ കൂടുതൽ ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ സ്പിന്നർമാർക്ക് അനുകൂലമായി ബാറ്റിംഗ് ദുഷ്കരമാവുന്ന രീതിയിലായിരിക്കണം വാങ്കഡയുടെ ഇന്നത്തെ പിച്ചിന്റെ സ്വഭാവമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാവണം ഇത്ര ഒരു മാറ്റം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതുവരെ പാകിസ്ഥാനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും ചെയ്ത് മാത്രമാണ് നമ്മൾ ജയിച്ചത് ലീഗ് മത്സരങ്ങളിൽ. ഈ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് സ്വാഭാവികമായും അത്തരം ഒരു സാധ്യത പിന്നീട് ഈ കളി പുരോഗമിക്കുമ്പോൾ സെക്കൻഡ് ഇന്നിംഗ്സിൽ രാത്രി കൂടുതൽ ഇരുട്ടുമ്പോൾ ബാറ്റ് ചെയ്യുന്നത് ദുഷ്കരമായിരിക്കും എന്നുള്ള ഒരു സാധ്യതയായിരിക്കും ഇത്ര ഒരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത്. തീർച്ചയായും നല്ലൊരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം. ശരി സുധേഷ്. ലോക 2020 മത്സരത്തിലെ രണ്ടാം സെമിയിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടുകയാണ്. സോണിയാഗാന്ധി ഇടപെട്ടിട്ടും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിന് പരിഹാരമാകുന്നില്ല. ആരോപണ വിധേയരെ മത്സരിപ്പിച്ചാൽ അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാകില്ലെന്ന് VM സുധീരൻ സോണിയാഗാന്ധിയെ ധരിപ്പിച്ചു. അതേസമയം അനുനയ ശ്രമവുമായി എത്തിയ രമേശ് ചെന്നിത്തലയോട് ഉമ്മൻചാണ്ടി
ക്ഷുഭിതനായി. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, തർക്ക സീറ്റുകളടക്കം പാനൽ തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറാനും അടിയന്തര സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ധാരണയായതായി അറിയുന്നു. വിവരങ്ങൾ. ഹാരി, സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇപ്പോൾ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ലിസ്റ്റ് സംബന്ധിച്ചുള്ള അടിയന്തര യോഗത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിയോടുകൂടി ആരംഭിച്ച യോഗം ഇപ്പോഴും തുടരുന്നു. ഉച്ചവരെ നടന്ന യോഗത്തിൽ നേരത്തെ തീരുമാനിച്ചത് പ്രകാരം VM സുധീരനും ഉമ്മൻചാണ്ടിയും നിലപാടുകളിൽ മാറ്റം വരുത്തിയില്ല. ആ സാഹചര്യത്തിൽ 5 തർക്ക സീറ്റുകളടക്കം 30 സീറ്റുകളിൽ പാനൽ സമർപ്പിച്ച് തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിമാർ മത്സരിക്കുന്ന തൃപ്പൂണിത്തുറയിൽ കെ ബാബു, കോന്നിയിൽ അടൂർ പ്രകാശ്, കെ സി ജോസഫ് ഇരിക്കൂർ, തൃക്കാക്കര ബെന്നി ബെഹനാൻ തുടങ്ങിയ മണ്ഡലങ്ങളിലടക്കം പാനൽ തന്നെ സമർപ്പിക്കും. ഇക്കാര്യത്തിൽ VM സുധീരൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളടക്കം ഈ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഇന്ന് തർക്കം രൂക്ഷമായതുകൊണ്ട് തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുമ്പ് സോണിയാഗാന്ധി തന്നെ ഈ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെട്ടിരുന്നു. 10:30 സോണിയാഗാന്ധി നേതാക്കളെ വിളിച്ചു. ഇത് പ്രകാരം ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും ആദ്യം നേരിൽ കണ്ട് നിലപാട് ആരാഞ്ഞു. അതിനുശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി VM സുധീരനുമായി സോണിയാഗാന്ധി ചർച്ച നടത്തി. VM സുധീരനാകട്ടെ അഥവാ ഈ ആരോപണ വിധേയർക്ക് സീറ്റ് നൽകിയാൽ പിന്നെ അധ്യക്ഷ സ്ഥാനത്ത് തനിക്ക് തുടരാനാകില്ല എന്ന നിലപാടാണ് അറിയിച്ചത്. അതിനു മുമ്പ് ഇന്ന് രാവിലെ സോണിയാഗാന്ധി കാണുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതായത് രമേശ് ചെന്നിത്തല കേരള ഹൗസിൽ തങ്ങുന്ന ഉമ്മൻചാണ്ടിയുടെയും VM സുധീരന്റെയും മുറികളിലെത്തി. ഇതിൽ ഉമ്മൻചാണ്ടി ആകട്ടെ ഒത്തുതീർപ്പിനോട് ഒരു തരത്തിൽ അനുകൂല നീക്കവും നടത്തിയില്ല എന്ന് മാത്രമല്ല വളരെ ക്ഷുഭിതനായാണ് രമേശ് ചെന്നിത്തലയോട് പെരുമാറിയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുക, ഞാൻ പ്രചാരണ രംഗത്തേക്ക് മാത്രമാകാം എന്ന നിലപാട് വരെ ഉമ്മൻചാണ്ടി പറഞ്ഞതായാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്ന പരിഹാരമാകാത്തത്. ഈ തെരഞ്ഞെടുപ്പ് സമിതി നാളെ ചേരുന്നുണ്ട്. ഒരു അന്തിമ ധാരണയിലെത്താൻ തെരഞ്ഞെടുപ്പ് സമിതിയിലെങ്കിലും കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. ഹാരി, സന്തോഷ്, അതുപോലെ തർക്ക സീറ്റായി നിന്ന പാറശാലയിൽ സിറ്റിംഗ് MLA AT ജോർജ് തന്നെ മത്സരിക്കാനാണ് ധാരണ ആയിട്ടുള്ളത്. ഏത് ഘട്ടത്തിലാണ് VM സുധീരൻ നിലപാടിൽ നിന്നും അയഞ്ഞത്? ഹാരി, ഇന്ന് രാവിലെ നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലാണ് 5ഓളം സീറ്റുകളിൽ ഒരു ധാരണ നേതാക്കൾ തമ്മിൽ ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാറശാലയിലാണ്. പാറശാല സിറ്റിംഗ് MLA AT ജോർജ് ആരോപണ വിധേയനാണ്. അതുകൊണ്ട് തന്നെ AT ജോർജിനെ മാറ്റി നെയ്യാറ്റിങ്കര സനലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക എന്നൊരു നിർദ്ദേശം VM സുധീരൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ വലിയ കടുംപിടുത്തത്തിലേക്ക് ഇന്ന് VM സുധീരൻ പോയില്ല. പകരം മറ്റ് സിറ്റിംഗ് MLA മാർക്കെല്ലാം തന്നെ മത്സരിക്കാൻ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നതിനാൽ അതുണ്ടാകട്ടെ എന്ന് VM സുധീരൻ നിലപാടെടുത്തു. മറ്റൊന്ന് കേൾക്കുന്നത്, രമേശ് ചെന്നിത്തല ഈ ചർച്ചയ്ക്കിടെ AT ജോർജുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ AT ജോർജ് പറഞ്ഞത് തന്നെ സ്ഥാനാർത്ഥിയിൽ നിന്നും മാറ്റിയാൽ പാറശാലയിൽ കടുത്ത ചില നിലപാടുകൾ കൈക്കൊള്ളേണ്ടി വരുമെന്നാണ്. അക്കാര്യം രമേശ് ചെന്നിത്തല സ്ക്രീനിംഗ് കമ്മിറ്റി അറിയിച്ചു. തുടർന്ന് AT ജോർജിനെ തന്നെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അത് പ്രകാരമാണ് സിറ്റിംഗ് MLA AT ജോർജിനെ തന്നെ അവിടെ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. അതോടൊപ്പം ചിറയൻകീഴിൽ K അജിത് കുമാറിനെയും റാന്നിയിൽ മറിയാമ്മ ചെറിയാനെയും കോങ്ങാട് പന്തളം സുധാകരനെയും കോഴിക്കോട് നോർത്ത് PM സുരേഷ് ബാബുവിനെയും ഒറ്റപ്പാലത്ത് ശാന്ത ജയറാമിനെയും മത്സരിപ്പിക്കാൻ നേതാക്കൾ തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. നാളെ നടക്കുന്ന സ്ക്രീനിംഗ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലേക്ക് ഇവരുടെ പേരുകൾ ഇവരുടെ മണ്ഡലങ്ങളിൽ ഒറ്റ പേരുകളായിട്ടാകും പോവുക. തെരഞ്ഞെടുപ്പ് സമിതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയിക്കും. സോണിയാഗാന്ധി ഇടപെട്ടിട്ടും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കം തുടരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ദില്ലിയിൽ പരസ്യമായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തി കോൺഗ്രസ് നേതാക്കൾ. ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്താണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും MLA മാരും സീറ്റ് ചർച്ചകൾക്കായി നെട്ടോട്ടമോടുന്നത്. VSനെതിരെ നടപടിക്കൊരുങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് നേതാക്കളുടെ ചട്ടലംഘനം കണ്ടില്ലെന്ന് നടിക്കുന്നു. ഔദ്യോഗിക വാഹനത്തിൽ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കരുതെന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയാണ് ബീക്കൺ ലൈറ്റിട്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും മറ്റു കോൺഗ്രസ് MLA മാരും AICC ചർച്ചകൾക്കായി ദില്ലിയിൽ പായുന്നത്. സീറ്റ് ചർച്ചകൾക്കായി മുഖ്യമന്ത്രി സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി നടത്തിയ കൂടിക്കാഴ്ച മുഴുവനും ഔദ്യോഗിക വാഹനത്തിൽ തന്നെ. അഹമ്മദ് പട്ടേൽ, മുകുൾ വാസിനി, KK ആന്റണി അടക്കമുള്ള ഹൈക്കമാൻഡ് നേതാക്കളുമായുള്ള ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ VM സുധീരൻ എത്തിയതും കേരള സർക്കാരിന്റെ വാഹനത്തിൽ. രാത്രി വൈകിയും GRG റോഡിലെ പാർട്ടി നേതാക്കളുമായുള്ള സീറ്റ് ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തല എത്തിയതും സമാന പെരുമാറ്റച്ചട്ട ലംഘനം നടത്തി. മറ്റു കോൺഗ്രസ് MLA മാരും ജനങ്ങൾ കരം കൊടുക്കുന്ന വാഹനത്തിലെത്തിയാണ് ജനസേവനത്തിനായി സീറ്റ് ഉറപ്പിക്കാൻ പാഞ്ഞത്. പുതുശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയ VS ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് നേതൃത്വം കമ്മീഷന് പരാതി നൽകിയത്. എന്നാൽ VSനെതിരെ നടപടിക്കൊരുങ്ങുന്ന കമ്മീഷൻ രാജ്യതലസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ ചട്ടലംഘനം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കോൺഗ്രസിൽ സീറ്റ് തർക്കം രൂക്ഷമാകുന്നു. കോന്നിയിൽ ഐ ഗ്രൂപ്പിലെ 11 DCC സെക്രട്ടറിമാർ രാജിക്കൊരുങ്ങുകയാണ്. അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നടപടി. അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിച്ചാൽ ബൂത്ത് തലം മുതൽ DCC ഭാരവാഹികൾ വരെ പാർട്ടിയിൽ നിന്നും രാജിവെക്കുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. കോൺഗ്രസിലെ ബൂത്ത് തലം മുതൽ ബൂത്ത് ഭാരവാഹികൾ മുതൽ DCC ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ ഒരു രാജ്യസന്നദ്ധതയിലേക്ക് നീങ്ങി വന്നിരിക്കുകയാണ്. അടൂർ പ്രകാശിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിന് പിന്നിൽ പാർട്ടിക്കകത്തെ തന്നെ സീറ്റ് മോഹികളുടെ ഗൂഢാലോചനയാണ്. ശ്രീ അടൂർ പ്രകാശിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വേട്ടയാടുന്നത് കുറച്ച് സീറ്റ് മോഹികളൊക്കെ അതിന്റെ പിന്നിലുണ്ടാകാം. പാർട്ടിയിൽ തന്നെ ചില സീറ്റ് മോഹികളോ ഒക്കെ അതിന്റെ പിന്നിലുണ്ടാകാം. പാർട്ടി സീറ്റ് നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ അടൂർ പ്രകാശ് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സൂചനയും ഇവർ നൽകുന്നുണ്ട്. സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും അടൂർ പ്രകാശ് അവിടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പത്തനംതിട്ട കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. വിജേഷ് നെടുവിൽ, പത്തനംതിട്ട. KPCC അധ്യക്ഷൻ VM സുധീറിനെതിരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സുധീരന്റെ കോൺഗ്രസിൽ 2 നീതിയോ എന്ന തലക്കെട്ടിലാണ് പോസ്റ്ററുകൾ. ശരചന്ദ്ര പ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പോസ്റ്ററിൽ നിരവധി വാചകങ്ങളുണ്ട്. അതേസമയം പോസ്റ്റർ ഒട്ടിച്ചത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല. NCP സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചു. പാലയിൽ KM മാണിക്കെതിരെ മാണി C കാപ്പൻ മത്സരിക്കും. കുട്ടനാട് തോമസ് ചാണ്ടിയും ഏലത്തൂർ AK ശശീന്ദ്രനും കോട്ടക്കൽ NA മുഹമ്മദ് കുട്ടിയും മത്സരിക്കും. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി മുംബൈയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്.